ഹലോ ഗായ്സ്. അപ്പോൾ ഇന്നത്തെ റിവ്യൂ എന്ന് പറയുന്നത് നമ്മുടെ വെനസ്ഡേ സീരീസിലെ പാർട്ട് 2 ഒരു റിവ്യൂ ആണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഫേമസ് ആയിട്ടുള്ള വെനസ്ഡേ നമ്മൾ കൊറോണ ടൈമിൽ ഭയങ്കര എൻഗേജിങ് ആയിട്ടുള്ള ഒരു സീസൺ 1 ആയിരുന്നു ഉണ്ടായിരുന്നത് വെനസ്ഡേ. പക്ഷേ സീസൺ 2 വരുമ്പോഴത്തേക്കും കുറച്ച് അവിടെ ഇവിടെ കുറച്ച് പ്രശ്നങ്ങളുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് മെയിൻ എനിക്ക് ആസ്വാദനത്തെ ഒന്ന് ബാധിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 പാർട്ടായിട്ട് ഇറക്കിയ നെറ്റ്ഫ്ലിക്സിൻ്റെ നീക്കം, അത് എനിക്ക് കുറച്ച് ദഹിച്ചിട്ടില്ല. കഥയുടെ ഒരു ഫ്ലോയും കണ്ടുകൊണ്ടിരിക്കുന്ന, യൂഷ്വലി ഞാൻ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സീസൺ ഇറങ്ങുന്ന മുഴുവൻ എപ്പിസോഡും ഒരുമിച്ചിരുന്ന് കാണുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ആദ്യത്തെ 4 പാർട്ട് ആദ്യം ഇറങ്ങി, അതിനുശേഷം പിന്നെ ഒരു മന്ത് കഴിഞ്ഞിട്ട് അടുത്ത പാർട്ട് ഇറങ്ങിയപ്പോൾ കഥയോടുള്ള ആ ഒരു ഫ്ലോ അങ്ങ് മിസ്സായി പോയതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. കഥയിലോട്ട് വരികയാണെങ്കിൽ സീസൺ 1 അവസാനിപ്പിക്കുമ്പോൾ കാണിക്കുന്നുണ്ട് ഒരു സ്റ്റോക്കർ ആ ഒരു രീതിയിലോട്ടുള്ള നമ്മുടെ വെനസ്ഡേയുടെ പിക്ചേഴ്സ് എടുക്കുന്നതും വീഡിയോസ് എടുക്കുന്നതും സെൻഡ് ചെയ്യുന്നതും ഫോട്ടോ അയച്ചു കൊടുക്കുന്നതൊക്കെ കുറച്ച് ഷോർട്സ് കാണിക്കുന്നുണ്ട്. നമ്മുടെ സീസൺ 2 നമ്മുടെ ആഗ്നസ് ഡിമെയിലിൻ്റെ ഒരു എൻട്രി, അതായിരുന്നു ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിട്ട്. പാർട്ട് 2 പാർട്ട് 1 സെക്ഷൻ വളരെ നന്നായിട്ടുണ്ടായിരുന്നു. ആഗ്നസ് ഉള്ളത് കൊണ്ട് തന്നെ പുള്ളിക്കാരുടെ ഐസും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി നല്ല രസമുണ്ടായിരുന്നു. നല്ലൊരു ക്യാരക്ടറായിരുന്നു പുള്ളിക്കാരിയുടെ. സീസൺ 2 ഫുള്ള് ക്യാരി ചെയ്തത് ആഗ്നസ് ഡിമെയിൽ എന്ന കഥാപാത്രമാണ് ത്രൂ ഔട്ട് ക്യാരി ചെയ്തതുപോലെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ വെനസ്ഡേയുടെ ക്യാരക്ടർ കുറച്ചുകൂടെ ഒന്ന് ഡെവലപ്പ്, കുറച്ചുകൂടെ ഒരു മാറ്റം കൊണ്ടുവരായിരുന്നു. ഇതിപ്പോൾ കുറച്ച് ഫോഴ്സ്ഡ് ആയിട്ട് ചെയ്യുന്ന കുറച്ച് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താ വെച്ച് കഴിഞ്ഞാൽ പാർട്ട് 1 ഒക്കെയാണ് ഭയങ്കര യുണീക്കായിട്ടായിരുന്നു. നമ്മളെ സീസൺ 1 ഭയങ്കര യുണീക്ക് ക്യാരക്ടറുള്ള അങ്ങനത്തെ ഉള്ള ഒരു നിഗൂഢമായ കുറേ സംഭവങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ സീസൺ 2 ആ സെയിം സാധനം കൊണ്ടുവന്നപ്പോൾ എനിക്ക് കുറച്ചൊരു ആവർത്തന വ്യത്യസ്തത എനിക്ക് ഇവിടെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള ഒരു കഥയും സ്റ്റോറിയൊന്നും ഇവിടെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കഴിഞ്ഞ സീസണിൽ നോക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളും കുറച്ച് ക്യാരക്ടർ ഡെപ്തും എല്ലാവർക്കും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സീസൺ 2 ആ ഒരു ഫീൽ എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ സീസൺ 2 പാർട്ട് 1 പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഡിമീസാണ് ഫുള്ള് കഥാപാത്രം. ആഗ്നസ് ഫുള്ള് കഥ ത്രൂ ഔട്ട് ആഗ്നസിൻ്റെ ഒരു ഇതിലാണ് കൊണ്ടുപോയതുപോലെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം നമ്മുടെ സ്ലർപ്പ്, നമ്മുടെ ജെന്ന ഓർട്ടേഗയുടെ അനിയനായിട്ട് അഭിനയിക്കുന്ന പുള്ളിയുടെയും സ്ലർപ്പിൻ്റെയും കുറച്ച് സീക്വൻസ് ഒക്കെ അത്യാവശ്യം കൊള്ളാമേ. നമ്മുടെ എമ്മ മേയേഴ്സ് അഭിനയിച്ച ഈനിത് സിൻക്ലെയർ എന്ന് പറഞ്ഞ കഥാപാത്രം അത്യാവശ്യം നല്ല രസമുണ്ടായിരുന്ന കഥാപാത്രമായിരുന്നു. അതും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാം. സീസൺ 2 പാർട്ട് 1 അങ്ങനെ പോകുന്നു, തട്ടിമുട്ടി പോകുന്ന ഒരു രീതിയായിരുന്നു. അതിനുശേഷമാണ് സീസൺ 2 ഒരു 1 മന്തിന് ബ്രേക്കിന് ശേഷം വീണ്ടും കഥ തുടരുന്നത്. ഒരു നല്ലൊരു ഇൻ്റർവെൽ, ഒരു നല്ലൊരു ബ്രേക്ക് ത്രൂ പോയിന്റിലാണ് അവരൊരു ബ്രേക്ക് എടുത്ത നല്ല രീതിയിലാണ്. അതായത് നമ്മുടെ വെനസ്ഡേ മരിക്കുന്ന ഒരു സീക്വൻസ് ഒക്കെ ഇട്ടിട്ടാണ്, അതായത് പുള്ളിക്കാരി ബോധം കെട്ട് വീഴുന്ന ഒരു ഇതിലാണ് സീസൺ 2 പാർട്ട് 1 ബ്രേക്ക് ചെയ്യുന്നത്. അതിനുശേഷമാണ് നമ്മുടെ പാർട്ട് 2 1 മന്തിന് കഴിഞ്ഞിട്ട് ഇറങ്ങുന്നത്. എല്ലാവർക്കും അറിയാം പുള്ളിക്കാരിക്ക് എന്തായാലും ഒന്നും പറ്റത്തില്ല എന്നുള്ള രീതിയിലേ വരത്തുള്ളൂ എന്ന് എല്ലാവർക്കും അറിയാവുന്നതായുള്ളതുകൊണ്ട് തന്നെ വലിയൊരു ആകാംക്ഷ ആരിലും ഉളവാക്കിയിട്ടുണ്ടോ എന്ന് എനിക്ക് ഡൗട്ടാണ്. അപ്പോൾ നമ്മൾ സീസൺ 2 പാർട്ട് 2 വരികയാണെങ്കിൽ അതിൽ ഹൈലൈറ്റ് ആയിട്ട് വരുന്നത് നമ്മുടെ ഈനിത് സിൻക്ലെയർ ആണ്. പുള്ളിക്കാരിയുടെ അഭിനയം, എമ്മ മേയേഴ്സിൻ്റെ അഭിനയം, അത് വളരെ നല്ല രസമുണ്ടായിരുന്നു. നമ്മുടെ വെനസ്ഡേയും നമ്മുടെ ജെന്ന ഓർട്ടേഗയും എമ്മ മേയേഴ്സും ക്യാരക്ടർ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിച്ച് ചെയ്യുന്ന ഒരു സീക്വൻസ് ഉണ്ട് അതിൽ. പക്ഷേ എനിക്ക് പേഴ്സണലി വെനസ്ഡേയുടെ ക്യാരക്ടർ എനിക്ക് കുറച്ചുകൂടെ വർക്കൗട്ടായി. അതായത് ജെന്ന ഓർട്ടേഗ അഭിനയിച്ച ഈനിത് സിൻക്ലെയറിൻ്റെ ക്യാരക്ടർ അത് കുറച്ചുകൂടെ ഭയങ്കര സിങ്കായിട്ട് പുള്ളിക്കാർ വളരെ നല്ല രീതിയിൽ അഭിനയിച്ചിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. മറ്റേ ബ്ലാക്ക് പിങ്കിലെ ഒരു സോങ് ഒക്കെ ഇട്ട് നല്ല ഡാൻസും കാര്യങ്ങളും മേക്കപ്പും അഭിനയം എനിക്ക് കുറച്ചുകൂടെ ഫീൽ ചെയ്തത് നമ്മുടെ ജെന്ന ഓർട്ടേഗ അഭിനയിച്ചപ്പോഴാണ്. ഇനിതും വളരെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. രണ്ടും ഡിഫറെൻറ്റ് വൈബ്, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ രണ്ട് പാർട്ടായിട്ട് ഇറക്കിയത് കൊണ്ട് തന്നെ കഥയിൽ എവിടെയൊക്കെ ഒരു ഫ്ലോ മിസ്സിങ്ങും കാര്യങ്ങളും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് പാർട്ട് 1 ഏറ്റവും നന്നായിട്ട് ഇഷ്ടപ്പെട്ടത് ആ കാൻബറീസിൻ്റെ സോംബിയുടെ ഒരു ട്യൂൺ വെച്ചിട്ട് ആ സ്ലർപ്പ് എസ്കേപ്പ് ആവുന്ന ടൈമിൽ ആ ട്യൂണും ആ ഒരു സീക്വൻസ് എനിക്ക് വളരെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതല്ലാണ്ട് പാർട്ട് 1 എനിക്ക് എടുത്ത് പറയാനായിട്ട് ആഗ്നസിൻ്റെ റോളും വളരെ നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ പാർട്ട് 2 വരുമ്പോഴത്തേനാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ജെന്ന ഓർട്ടേഗയുടെ ഈനിത് സിൻക്ലെയർ ആയിട്ട് അഭിനയിച്ച എമ്മ മേയേഴ്സിൻ്റെയും റോള് വളരെ നന്നായിട്ടുണ്ടായിരുന്നു. അവരുടെ ക്യാരക്ടർ സ്വിച്ച് ചെയ്തതും നല്ല രസമുണ്ടായിരുന്നു. അതല്ലാണ്ട് പാർട്ട് 2 കഥ വൈസ് നോക്കുകയാണെങ്കിൽ വലിയ രസമുണ്ടായിട്ടുള്ള ഒരു കഥ ഉണ്ടായിട്ടില്ല. തിങ്ങിൻ്റെ പാസ്റ്റ് ഒക്കെ പറയുന്നുണ്ട്, തിങ് എങ്ങനെയാണ് ഹാൻഡ് മാത്രമായതെന്നുള്ള സീക്വൻസ് ഒക്കെ പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് വളരെ രസമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ ക്ലൈമാക്സിലോട്ട് എടുക്കുമ്പോഴത്തേനാണെങ്കിൽ നമ്മുടെ ഈനിത് സിൻക്ലെയർ ഫുൾ ടൈം ഒരു വോൾഫ് ആവുന്ന ഒരു
രീതിയിലോട്ട് എത്തുകയും അതേപോലെ തന്നെ ജെന്ന ഓർട്ടേഗയ്ക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യുന്ന ഒരു സീക്വൻസ് ഒക്കെ കാണിക്കുന്നുണ്ട്. പക്ഷേ അതും എനിക്ക് വലിയ എനിക്ക് ഫീൽ ചെയ്യാത്ത എനിക്ക് തോന്നുന്നു മെയിൻ റീസൺ ആ ഒരു ഫ്ലോ കിട്ടാത്തതുകൊണ്ടായിരിക്കും. ഒരു സ്ട്രെച്ചിലിരുന്ന് കാണുന്നതും 1 month ബ്രേക്ക് ചെയ്തിട്ട് ബാക്കി 4 എപ്പിസോഡ് കാണുന്നത് കൊണ്ടായിരിക്കണം എനിക്കെന്തോ അങ്ങോട്ട് ഇതായിട്ടില്ല. കുറച്ചുകൂടെ ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് ഇനിയത് അങ്ങനെ ഒരു കാര്യം ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. എനിക്ക് അതിലും കുറച്ച് ഇതുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഓവറോൾ നോക്കണമെങ്കിൽ ഒരു ചെറിയൊരു ആവറേജ് ബിലോ ആവറേജ് രീതിയിലാണ് ഞാൻ ഈ വെനസ്ഡേ സീസൺ 2 റേറ്റ് ചെയ്യുന്നത്. എന്തായാലും എല്ലാവരും കണ്ടു നോക്കിയിട്ട് അഭിപ്രായം പറയുക. അതേപോലെ തന്നെ ഇനി അടുത്ത സീസൺ കുറച്ചുകൂടെ നല്ല ബെറ്റർ ആവട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. എന്തായാലും നെറ്റ്ഫ്ലിക്സ് റിന്യൂ ചെയ്തിട്ടുണ്ട് കോൺട്രാക്ട്. അപ്പോൾ നമുക്ക് വരും സീസണിൽ കാണാം.